അച്ചൂസേ എന്താ പച്ചക്കറി വല്ല അറിയാണ്ടെങ്കിൽ ഞാൻ അരിഞ്ഞുതരാം. വേണ്ട. എന്താ വേണ്ടാത്തത്? കൈയെടുക്ക്. എന്താ പിണക്കാണോ? ആ പിണക്കമാണ്. അത് ചോദിക്കാൻ എന്താ ഉള്ളേ? അതെ, ഈ നടക്കാത്ത കാര്യത്തിന് വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നടക്കുവായിരുന്നല്ലോ, താൻ വിചാരിക്കാത്തോണ്ടല്ലേ. എടോ, ഞാനൊട്ട് വിചാരിക്കത്തുമില്ല. ഇനിയിപ്പൊ ഞാൻ വിചാരിച്ചാലും വിഷ്ണു ഒട്ട് സമ്മതിക്കാനും പോകുന്നില്ല. ചേട്ടന് ഞാൻ പറഞ്ഞ് മനസ്സിലാപ്പിക്കുവായിരുന്നല്ലോ, താൻ സമ്മതിക്കാത്തോണ്ടല്ലേ. എന്റെ ചേട്ടൻ പോകുന്നതിന് മുന്നേ പറഞ്ഞെന്തെന്നറിയോ? പപ്പയെ വിളിച്ചിട്ട് ആ കീ തിരിച്ചു കൊടുക്കാൻ. എന്നെക്കാളും ഭേദം അവര് പോയ വഴിക്ക് അങ്ങ് കൊടുത്തുവിട്ടാ പോരായിരുന്നു. ഞാൻ കീ കൊടുക്കാൻ പോകുന്നതിന് മുന്നേ മമ്മി ഇറങ്ങി പോയില്ലേ? ഇപ്പൊ ഇന്നലെ ഞാൻ അത് കൊടുത്തിരുന്നെങ്കിൽ മമ്മിക്ക് നല്ല ദേഷ്യമായനെ. ഇനി അത് മതി. നിങ്ങളങ്ങ് മാറിയാ മതിയായിരുന്നു, എല്ലാം കൊണ്ട് സേഫ് ആയാലും. താൻ എന്തുവാടോ ഈ പറയുന്നേ? ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിങ്ങൾക്ക് ആർക്കും വരാൻ പറ്റത്തില്ല, പുറത്ത് വെച്ച് കാണാം, കുടുംബത്തിൽ കയറാൻ പറ്റത്തില്ല. ഇതിന്റെ അർത്ഥം എന്തുവാ? എടോ, അതിനിപ്പോ എന്താ? ഞങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വരാൻ പാടില്ല, ഫ്ലാറ്റിൽ വരാൻ പാടില്ല, അത്രയല്ലേ ഉള്ളൂ. സഹകരിക്കാൻ പാടില്ല എന്നൊന്നും മമ്മി പറഞ്ഞില്ലല്ലോ. എടോ, അത് നിങ്ങൾ ഒഴിവാക്കുന്നതിന് തുല്യമല്ലേ? ഒഴിവാക്കിക്കോട്ടെ, നിങ്ങൾ എന്തായാലും അടിപൊളിയായിട്ട് ജീവിക്കില്ലേ, ഞങ്ങൾക്ക് അതാണ് സന്തോഷം. അങ്ങനെ നിങ്ങളെ ഒഴിവാക്കിയിട്ട് ഞങ്ങൾക്കൊരു ജീവിതം വേണ്ട. അതെ, മമ്മി വെച്ചൊരു ചെക്ക. മമ്മി കൊല്ലത്തില്ല, പക്ഷെ ശവമായിട്ട് ഇങ്ങനെ നിർത്തും. എന്താണ് രണ്ടുപേരുടെ ഒരു ചർച്ച? അമ്മൂമ്മയിൽ ലച്ചു പറഞ്ഞ കേട്ടോ, ഞാനും വിഷ്ണു കൂടെ കീ എടുത്തിട്ട് പോയിട്ട് ഫ്ലാറ്റിൽ പോയി താമസിക്കാൻ. ആ, അവളങ്ങനെ പറയും. കൊച്ചിന്റെ മമ്മിയെ ഞങ്ങളുടെ ചെകിട്ടത്ത് തന്ന ഒരു അടിയാ ഫ്ലാറ്റ്. എന്നാലും ചേച്ചി അടിപൊളിയായിട്ട് ആ ഫ്ലാറ്റിൽ താമസിക്കാണ്. ആണോ? എന്നാലേ നിനക്ക് ആ ഫ്ലാറ്റിൽ പോകാൻ പറ്റത്തില്ല. ഞാൻ കൊച്ചുകുട്ടിയല്ലേ, എനിക്ക് അവിടെയും പോവാം. ചെന്ന് കേറിക്കൊടുക്ക്. അഥവാ എവരെങ്ങാണോ ആ ഫ്ലാറ്റിൽ താമസിക്കാൻ പോയിരുന്നെങ്കിൽ, ആ കൂടെ നീ പോയിരുന്നെങ്കിൽ, വലിയ വീട്ടിൽ ഹൈമോദി അമ്മേ നിന്നെ ആ ഫ്ലാറ്റിന്റെ മണ്ടയ്ക്കൊന്നും എടുത്ത് താഴോട്ടിട്ടാനായിരുന്നു. അയ്യോ, ചിലപ്പോ ആൻ്റെ അടുത്ത് എറി. മോളെ, എന്താ അമ്മൂമ്മേ? മോടെ മമ്മിക്ക് ഇത് ആരുടെ സ്വഭാവമായി കിട്ടിയേക്കുന്നേ? കൊച്ചും കൊച്ചിന്റെ പപ്പയും കുഴപ്പമില്ല. കൊച്ചിന്റെ മമ്മിയുടെ അച്ഛനെയും അമ്മയും കണ്ടിട്ടുണ്ടോ? അപ്പൂപ്പനെ അമ്മയും കണ്ടിട്ടുണ്ടോന്ന്? ആ, കണ്ടിട്ടുണ്ട്. അമ്മൂമ്മ കുറെ കൊല്ലം മുന്നേ മരിച്ചു പോയതാ. അപ്പൂപ്പൻ 2 കൊല്ലം മുന്നേ മരിച്ചത്. അമ്മൂമ്മ പറയായിരുന്നു അപ്പൂപ്പൻ ഈ പ്ലാന്റേഷനൊക്കെ വലുതാക്കിയതും ബിസിനസ്സൊക്കെ തുടങ്ങിയതും. അപ്പൂപ്പൻ ഭയങ്കര കിടുവായിരുന്നു, എല്ലാവർക്കും ഭയങ്കര പേടിയായിരുന്നു. ആ സ്വഭാവമാണ് കൊച്ചിന്റെ മമ്മിക്ക് കിട്ടിയേക്കുന്നത്. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയാമോ? യാതൊരു അഹങ്കാരവും ഇല്ല. എന്റെ അമ്മൂമ്മ ഒന്നാമത് ഈ കൊച്ചു വേറൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഞാൻ അതിന്റെ കൂടെ ഓരോന്നൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കാൻ നിൽക്കണ്ട. അറിയാതെ പറഞ്ഞു പോന്ന കൊച്ചേ, ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോ എങ്ങനെയാ പറയാതിരിക്കുന്നത്? എങ്ങനെയെങ്കിലും അങ്ങ് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. അമ്മൂമ്മ ഇവിടെ നിൽക്കാം. അമ്മൂമ്മയുടെ പടവല വീട് കാക്കോത്തിക്കൊണ്ട് പോകത്തൊന്നുമില്ലല്ലോ. ഇതടിച്ചിരിക്കുന്നേ അടവര വീട് കാക്ക എടുത്തുകൊണ്ട് പോകുന്ന കാര്യം ആലോചിച്ചാ മതി ആലോചിച്ചത്. എടി മോളെ, ഞാനങ്ങ് പോവും. അവിടെ അപ്പൂപ്പനും നീലും മാത്രമല്ലേ ഉള്ളൂ. അവർക്ക് 2 പേർക്കും ആണെങ്കിൽ വയ്യാതിരിക്കുക. അമ്മൂമ്മ നീലുമ്മ ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ ആണ്, പക്ഷെ ഇവിടെ കൊണ്ടുവന്നാൽ ശരിയാവത്തില്ല. ഇപ്പൊ കൊച്ചിന്റെ പപ്പ മാത്രമല്ലല്ലോ, മമ്മിയും വരാൻ തുടങ്ങിയില്ലയോ. ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് വീട്ടിലോട്ട് പോകും. ഞാനും കൂടെ വേണോ? അയ്യോ വേണ്ടായേ മോളെ, ഞാൻ പിന്നെ കൊണ്ടുപോവാം. ആ നിലോമ പറ. തോന്നണ്ടേ അവിടെ മാമൻ എങ്ങനെയുണ്ട്? ആ നീ എല്ലാം കഴിച്ചാ? ആ ഇവിടെ മാമി അങ്ങോട്ട് വരാൻ വേണ്ടി ഇരിക്കുന്നു. മുടിയനാ? മുടിയ ഓഫീസിൽ പോയി. ആ പിന്നെ അവർ ഒരുപാട് ഓഫറൊക്കെ വെച്ച് നീട്ടി. വീട്, കാറ്, ബംഗ്ലാവ്. ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു പോയി രക്ഷപ്പെടാൻ. അവർക്ക് നമ്മളെ മാത്രം വേണ്ട. ആ അല്ലെന്നേ, അവർ പറഞ്ഞ ഫ്ലാറ്റിൽ അവർ പോയി താമസിച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സമാനം കിട്ടും. അല്ലേ വേണ്ട പോട്ടെ, ഇവിടെ കിടന്ന് നശിക്കാണ് വിധി. പറയാൻ കേൾക്കണ്ടേ? ആ ശരി, പിന്നെ വിളിക്കാം. ഓ ബാലോചന ഞങ്ങൾ പോണോന്നാണോ പറയുന്നത്? ആ ഇനിയിപ്പോൾ നിങ്ങൾ പോകണ്ടാന്ന് തീരുമാനിച്ചില്ലേ, പിന്നെ ഇവിടെ നിൽക്ക്. രക്ഷപ്പെടാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പൊ ഞങ്ങൾക്ക് രക്ഷപ്പെടണ്ട. ആ ഇവിടെ വന്നാൽ കുഴിന്ന് കുഴിയോട്ട് പോവേ ഉള്ളൂ. അതാ കണ്ടല്ലേ, നല്ലൊരു വീട്ടിൽ കെട്ടിച്ചയച്ച് അവിടെ ജോലി ചെയ്യാൻ പഠിച്ച് ഇവിടെ വന്ന് നിൽക്കുകയാണ്. എന്നാൽ പഠിക്കാൻ പോവോ? അതുമില്ല. എന്നാൽ അവിടെ അറിഞ്ഞല്ലോ ജോലി ചെയ്യോ? അതുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കുഴിന്ന് കുഴിയിലോട്ട് പോകുന്നു ഇവിടെ നിന്നാ. അച്ഛനെന്താ പറഞ്ഞേ? അവിടെ ജോലി ചെയ്യാൻ പഠിച്ച് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നു, എന്നിട്ട് ഇവിടുത്തെ ജോലിയും ചെയ്യുന്നില്ലെന്നാ? നീ ജോലി ചെയ്യുമോ ഞാൻ പറഞ്ഞില്ല, പക്ഷെ അറിഞ്ഞൊന്നും ചെയ്യുമെന്നേ പറഞ്ഞു. ആർക്കോ എന്തിനോ വേണ്ടി എന്തൊക്കെയോ ചെയ്തു. ആ ശരിയാ, ചേച്ചി മര്യാദയ്ക്കൊന്നും ഉണ്ടായിത്തെടുത്തു. പാടുന്നു നന്ദില്ലാത്ത കൊച്ചെ. പറയുന്നേട്ടാച്ചാ, കാണിച്ചു തരാട്ടാ. അമ്മ ഒന്ന് വന്നോട്ടെ. അമ്മ വന്ന ഉടനെ ഉണ്ടല്ലോ ഞാൻ അവിടെ നിന്ന് കെട്ട് കിട്ടും. എങ്ങോട്ടാ? ശവയാഴക്കാ? ഇതിന് ഞാൻ മിക്കവാറും എന്തെങ്കിലും ചെയ്യും, ഉറപ്പാ. പിന്നെ ഞാൻ ഇവിടുന്ന് പോവാൻ ഇറങ്ങുമ്പോഴേ, മക്കളെ ലച്ചു അമ്മയ്ക്ക് വയ്യാത്തയാണ്, ഇപ്പൊ പോവല്ലേ, ഇവിടെ നിൽക്കുന്നൊക്കെ എങ്ങാനും പറഞ്ഞോണ്ട് വന്ന എന്റെ വാലിക്കണ മൊത്തം അച്ഛൻ കേൾക്കും. ഞാൻ ഇവിടുന്ന് പോകാൻ ഇറങ്ങുമ്പോ അച്ഛനെ ലച്ച പിടിച്ച് തീർത്തെടുത്ത് എന്നിട്ട് എല്ലാ റൂമിൽ വെച്ച് കളിയാക്കുകയും ചെയ്യും.
ലച്ചു പോകുമ്പോ നോക്കിക്കോ, ഇവിടെ ആരെ ഇവിടെ കിടന്ന് ഇക്ഷ ഇത്ര ഇണ്ട ഇന്നൊക്കെ വരയ്ക്കുന്നതെന്ന് കാണാം. ഞാനാ ഇച്ച ഇത്ര ഇന്ന ഇപ്പ ഞാനാ അയ്യടാ ഇന്ന ഇപ്പല്ല ഇന്ന ഇണ്ട. പറയാതെ വഴി കിടന്നു പറഞ്ഞേട്ടാ. അവൾ ഇവിടുന്ന് പോകാൻ ഇറങ്ങുമ്പോഴേ ഞാനാണ് അവളെ പിടിച്ചു നിർത്തണേന്ന്. നീ പോകാൻ ഇറങ്ങി പോടി, അമ്മ പറഞ്ഞില്ല കാത്തിക്കണ്ട നീ. അയ്യോ പഴയതുപോലെ അച്ഛനും മോളും കൂടെ തുടങ്ങിയോ? അല്ല മാമി, അവളെ വർത്തനം കേട്ടാ. അവളെ ഞാൻ ഈ കുടുംബത്തിലെ ചോല മൊത്തം അവളെ വിലയിലാണെന്ന്. കുഴിപ്പള്ളത്തൊക്കെ പുല്ല് വിലയാണ്, ഇവിടെയാണ് നല്ല വില കൊടുക്കുന്നത്. ഓ പിന്നെ ഭയങ്കര വില ഇവിടെ കിട്ടണത്. അച്ഛനാ അതിനെ ഏറ്റവും കൂടുതൽ ചവിട്ടി അരക്കണത്. ഉണ്ടോ എന്നില്ല ഇവിടെ ഇട്ടിട്ട് ചവിട്ടി അരക്കും. നിർത്തിക്ക്. എന്താ പറയുന്നത് വല്ല ബോധമുണ്ടോ? ആ അങ്ങനെ ചോദിക്കാം അങ്ങോട്ട്. കുറച്ച് കൂടുന്നുണ്ട്. ലച്ച് ഇവിടെ എന്തൊക്കെ പണി ചെയ്യുന്നുണ്ടെന്ന് അറിയാവോ? ഒരു ചുമ്മാ കുറ്റം പറഞ്ഞാലോ? അപ്രീഷിയേറ്റ് ഒന്നും വേണ്ട, പക്ഷെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യല്ലേ. പക്ഷേ എന്തോ നീ കയറിപ്പോ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണേ. താൻ കയറി പോകണോ? ഞാൻ പോകത്തൊന്നുമില്ല. അയ്യോ എല്ലാരും ഒന്ന് ഇറങ്ങി പോകാവോ? തലവേദന എടുക്കുന്നങ്ങ്. മാമി ഇവിടെ ഇറങ്ങി മാമി. നീ ഇറങ്ങിപ്പോടാ. ആ അങ്ങനെ പറഞ്ഞു കൊടുക്കാം മുമ്മേ. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, സമാധാനം സന്തോഷവും സ്വസ്ഥതയും ഉണ്ടായിരുന്നു. അടിക്കാൻ കൂട്ടിരിക്കണം അടി. അവിടെ ഇരി. ഏ? ആ കൈ വിടല്ല. എന്തെങ്കിലും പറഞ്ഞ ഉടനെ അടിക്കാൻ വരുന്ന മാമി പറ കൈ ഇടാൻ പറ. വിടല്ലേ പിള്ളേരെ? മാമി കൈ പണ്ട് കൈ തിരിക്കണുണ്ട്. ബാലചനെ പെണ്ണെന്ന് വിളിക്കരുത്, എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. വിളിക്കാൻ ആ വിളിച്ച് എന്നെ ശരിയാക്കി കളയോ?